ഹായ്, 2024 നമ്മുടെ മുന്നിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും അതിലേറെ വിഷമങ്ങളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2025 ഒരുപാട് ശുഭപ്രതീക്ഷയോടെ കൂടെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കകം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് ശുഭപ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങളോടെ, വളരെ ഇഷ്ടത്തോടു കൂടെ 2025 വരവേൽക്കാൻ നിൽക്കുകയായിരിക്കും. എല്ലാവരും ഈ ഒരു സമയത്ത് ന്യൂ ഇയർ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു എടുക്കുന്ന ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നമുക്ക് ഒരുവിധം ആളുകൾക്കൊന്നും നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സോ നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ സക്സസ്ഫുള്ളി നമ്മൾക്കത് അതിൻ്റെ ഗോളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കടന്നുപോയ വർഷത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മുടെ ഗോളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഫുഡ്, ഫിനാൻസ്, ഹെൽത്ത്, ഫിറ്റ്നസ്, അതുപോലെ കരിയർ, എൻ്റർടൈൻമെൻറ്റ്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോന്നും നമ്മൾക്ക് ഇന്നത് നമ്മൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയോ, അങ്ങനെ സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു ഫാക്ടറാണ് നമ്മൾക്ക് അതിനെ പ്രേരിപ്പിച്ചത്, അതിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി സക്സസ്ഫുൾ ആവാൻ പറ്റാത്തത് അത് എന്തുകൊണ്ടാവാൻ പറ്റിയില്ല, അത് എന്ത് കാരണമാണ് നമ്മൾ അത് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയത് എന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ 2025 വരുന്ന വർഷത്തിൽ നമ്മൾക്ക് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിലെ ഗോളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ച് ടൈമായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഹൗ ടു സെറ്റ് എ ഗോൾ, എങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഗോളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ലാർജ് ഗോളെന്നും സ്മോൾ ഗോളെന്നുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് അപ്പോൾ ലാർജ് ഗോൾ, ഫോർ എക്സാമ്പിൾ, നമുക്ക് വീട് വയ്ക്കേണ്ടതായിരിക്കാം, ചിലർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരിക്കാം, മറ്റു ചിലർക്ക് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകേണ്ടതായിരിക്കും. ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഗോളായിരിക്കും. സോ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ലാർജ് ഗോളാക്കി തന്നെ കണ്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഈ പറയുന്നതൊന്നും ഒരു കാര്യങ്ങളും, ഇപ്പോൾ വീട് വയ്ക്കേണ്ടതാവട്ടെ, ബിസിനസ് സ്റ്റാർട്ട്, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. സോ ഈ കാര്യത്തിന് നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു നോട്ടിൽ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഈ ടു ഡു ലിസ്റ്റ് നമ്മൾക്ക് തന്നെ തയ്യാറാക്കാം, ഡേറ്റ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട്ബുക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അത് വാങ്ങിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യണം, ആ ഒരു വലിയൊരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അതിൽ ഓരോന്നായിട്ട്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ നമ്മൾക്കത് കഴിഞ്ഞു, ആ ഗോളിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ്, അതിനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പ്ലാൻ ചെയ്യാൻ ഈ ഒരു ടു ഡു ലിസ്റ്റ് കൊണ്ട് കഴിയും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറവി എന്നൊരു കാര്യത്തെ നമുക്ക് മാറ്റാനും പറ്റും. ഇനി സ്മോൾ ഗോളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ്, ഫിനാൻസ്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്ത് വെച്ച് അതിൽ ഇപ്പം ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾക്കിപ്പം വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം, നമുക്ക് പല നല്ലൊരു ഹെൽത്ത് കിട്ടാൻ നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗോൾ നമ്മൾ എഴുതി വെക്കുന്നു, അതിൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 10,000 സ്റ്റെപ്സ് കയറി ഇറങ്ങുക എന്നുള്ളതൊരു കാര്യമാണ്. സോ അത് നോട്ട് ചെയ്ത് നമ്മൾ ഏതൊക്കെ ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും എന്നുള്ളത് കൂടി നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏറെക്കുറെ നമ്മളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഫൈൻഡ് യുവർ ബാലൻസ് എന്ന് പറയുന്ന ഒരു ജേണലാണ്. ഈ ബുക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് കുറച്ചായി ഞാൻ വാങ്ങിയിട്ട്. ഇതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി അഫർമേഷൻ വരുന്നുണ്ട്, ടോപ്പ് പ്രയോറിറ്റീസ് ഓഫ് അതായത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ടായിരിക്കും, അതിലേറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻഗണന കൊടുത്ത് അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഫാമിലിയുള്ള കാര്യങ്ങൾ, അതേപോലെ സെൽഫ് കെയർ, അതിൽ ഹൗ കുഡ് ഐ ഹാവ് മെയ്ഡ് ടുഡേ ബെറ്റർ,
എനിക്ക് എങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റി, അതിനെക്കുറിച്ചുള്ള നോട്ട്സ്, പിന്നെ നമ്മുടെ റേറ്റ് യുവർ ഡേ, നമ്മുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, വർക്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഫാമിലിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു, സെൽഫ് കെയറിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഹൈലൈറ്റ് ഓഫ് ദ ഡേ, തോട്ട്സ്, ഫീലിങ്സ്, ഡൂഡിൽസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ബുക്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഏറ്റവും വലിയ ഈ വർഷത്തെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാതെ, നമ്മുടെ ബിസി ലൈഫിൽ നമുക്ക് പറ്റാതെ വരുന്നുണ്ട്. സോ അതുകൂടി നിങ്ങളും ഉൾപ്പെടുത്തുക. ഫാമിലിക്ക് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഫിനാൻസിലും എങ്ങനെയൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റും, മണി എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നതുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അത് ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടായിരിക്കും. എൻ്റെ റീസൺ ഇതൊക്കെയാണ്, എൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ റെസൊല്യൂഷൻസ് ഇതൊക്കെയാണ്. കുറച്ച് റെസൊല്യൂഷൻസ്, ഒരുപാട് റെസൊല്യൂഷൻസ്, കുറച്ച് റെസൊല്യൂഷൻസ് ഇതൊക്കെയാണ്. സോ എല്ലാവരും റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ, പ്ലാൻ ചെയ്തോളൂ. അത് നിങ്ങളുടെ എല്ലാ റെസൊല്യൂഷൻസും നിങ്ങൾക്ക് സാധ്യമാവട്ടെ. ഈ ഒരു വരുന്ന വർഷം സക്സസ്ഫുള്ളി സാധ്യമാവട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe, share and like. Thank you.